എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുൻപ് ഈ ദിവസം, അതായത് ആഗസ്റ്റ് 22, 2022 ആഗസ്റ്റ് 22 എനിക്ക് വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ വിശേഷത്തിൻ്റെ വിശേഷങ്ങളും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ വിശേഷം പറയാം കേട്ടോ. രാവിലെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം എന്താണെന്ന് വെച്ചാൽ, ഗോതമ്പ് പൊടിയുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ അതാണ് ആലോചിക്കുന്നത്. കാരണം ഞാൻ തലേ ദിവസം അരി വെള്ളത്തിലിടാൻ മറന്നുപോയി, അരി അരയ്ക്കാനില്ലാതായി. പിന്നെ രാത്രിയാണ് ഓർമ്മ വന്നത്. രാത്രിയല്ല, വൈകുന്നേരം അരി അരയ്ക്കാൻ നേരത്തെ നോക്കിയപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അരി വെള്ളത്തിലിടാൻ ഭയങ്കര മടി. അപ്പം ഇനി ചപ്പാത്തിപ്പൊടിയുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ദോശയാക്കണോ ചപ്പാത്തിയാക്കണോ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിലാണെങ്കിൽ ദോശ ഉണ്ടാക്കിയാൽ മതി, പക്ഷേ കഴിക്കാൻ ചപ്പാത്തിയാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഞാൻ വേഗത ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:15 മണി. അങ്ങനെ ഞാൻ കുറച്ച് ചപ്പാത്തിപ്പൊടി എടുത്ത് അതിലേക്ക് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച്, ഉപ്പിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പിന്നെ ആ വെള്ളം കൊണ്ട് ഇങ്ങനെ മാവ് കുഴച്ചെടുക്കും. അപ്പോൾ മാവൊക്കെ കുഴച്ചെടുത്ത് ഞാൻ ഈ എണ്ണ ഇത്തിരി പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇനി ഒന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാനിതാ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്റ്റൂ പോലെ, ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പക്ഷേ സ്റ്റൂവിന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും, ഞാനിതിന് തേങ്ങ അരച്ച് ചേർത്തതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് നന്നായി വെന്തതിന് ശേഷം നാളികേരം അരച്ച് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വാങ്ങി വെച്ചതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടച്ച് വെച്ചാൽ നല്ല അടിപൊളി കറിയായിരിക്കും കേട്ടോ. കടുക് വറുത്തിടുന്നവർക്ക് അങ്ങനെ വറുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനിതാ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 5 ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ കറി ഉണ്ടാക്കി. അങ്ങനെ അത് കഴിച്ചിട്ട് പ്രസാദേട്ടൻ ജോലിക്ക് പോയി. പ്രസാദേട്ടൻ ഒരു 7 മണി 7:10 ആകുമ്പോൾ പോവും. അപ്പം 5 ചപ്പാത്തി കൊടുത്തിട്ട് 4 ചപ്പാത്തി വെച്ചു, 1 ബാക്കിയായി. ബാക്കി 10 ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഉണ്ടാക്കുന്നത് ഞങ്ങൾ 5 ആൾക്ക് വേണ്ടിയിട്ട്. ഇനി ഓരോരുത്തരായിട്ട് 8, 8:30 ഉള്ളിലൊക്കെ ഓരോരുത്തരായിട്ട് ജോലിക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് ചപ്പാത്തിയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ചപ്പാത്തി ഉരുട്ടണം, പരത്തണം, നീട്ടണം. ആദ്യമൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ്റെ ഭൂപടം പോലെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ റൗണ്ടായിട്ട് വരും. വലിയ ചപ്പാത്തി വേണോ, ചെറിയ ചപ്പാത്തി വേണോ, അതോ വലിയതായിട്ടുള്ള ചപ്പാത്തിയോ, എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ശരിക്കും ഇതൊക്കെ പഠിച്ചെടുക്കുന്നതാണല്ലോ അല്ലേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ എനിക്ക് ചപ്പാത്തിയോ ഗോതമ്പിൻ്റെ ദോശയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്കെന്തോ ഒരു ഇഷ്ടമല്ല. വൈകുന്നേരം ആണെങ്കിൽ കുഴപ്പമില്ല, രാത്രിയാണെങ്കിൽ ചപ്പാത്തി, ചിക്കൻ കറി, സാമ്പാർ, അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കും. പക്ഷെ രാവിലെ നമുക്ക് അരി കൊണ്ടുള്ള പിന്നെ എന്താ പറയുക, ചായേൻ്റെ കടി തന്നെ വേണം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കഴിക്കുക, അതുതന്നെയാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ വേഗം വേഗം പരത്തിയെടുത്ത് അങ്ങനെ 15 ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ശരിക്കും എനിക്കിഷ്ടം ആലു ചപ്പാത്തി, ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റല്ലേ. പഞ്ചാബുകാരുടെ പ്രിയപ്പെട്ട ഭക്ഷണം ആലു ചപ്പാത്തി. ഈ ആലു ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറി എന്താണെന്ന് വെച്ചാൽ പനീർ മസാലയാണ്. അത് നല്ല ടേസ്റ്റല്ലേ, പനീർ വെച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ആലു ചപ്പാത്തി നല്ല രസമാണ്. പിന്നെ ചപ്പാത്തി എല്ലാവരും നന്നായിട്ട് രാവിലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നല്ല മട്ടൻ കറിയോ ചിക്കൻ കറിയൊക്കെ വേണം, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നവർക്ക് നല്ല ബീഫ് കറിയൊക്കെ ആയാലും മതി. എനിക്കെന്തായാലും രാവിലെ ചപ്പാത്തി കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമല്ല. വൈകുന്നേരം ആണെങ്കിലും ഓക്കെ, എന്നാലും ചപ്പാത്തിൻ്റെ കൂടെ ഒരു ഇത്തിരി ചോറ് കിട്ടിയാൽ സന്തോഷമാണ് കേട്ടോ. പിന്നെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ രാവിലെ ചപ്പാത്തി ബുദ്ധിമുട്ട് തന്നെയാണ്. ചിക്കൻ കറി ഉണ്ടായാലും വേണ്ടില്ല, മട്ടൻ കറി ഉണ്ടായാലും വേണ്ടില്ല. പിന്നെ എനിക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറി ഏതാണെന്ന് വെച്ചാൽ മുട്ടക്കറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. മുട്ടക്കറി ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടയ്ക്കാണെങ്കിലും നമ്മുടെ ഇടിയപ്പത്തിനാണെങ്കിലും നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഏതായാലും അതൊക്കെ ഓർത്ത് ഞാനിത് ചപ്പാത്തി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 11 ചപ്പാത്തി
മൊത്തം ടോട്ടൽ 15 ചപ്പാത്തി. അങ്ങനെ ദാ ചപ്പാത്തിയൊക്കെ പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദാ 11 ചപ്പാത്തി ഉണ്ട് കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്യാസ് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ ഗ്യാസ് അടുപ്പിൽ നോൺ സ്റ്റിക്കിൻ്റെ തവ വെച്ചിട്ടുണ്ട്. അതിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഫോണ് ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. ഗ്യാസ്, കറണ്ട് എന്നീ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ തീയിനോടും കളിക്കാൻ പാടില്ല എന്ന് പറയുന്നേട്ടില്ലേ. തീയിനോടും വെള്ളത്തിനോടൊന്നും കളിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അതായത് ലോങ്ങായിട്ട് നിന്നിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് ഇങ്ങനെ ഒരു കിളീൻ്റെ സൗണ്ട് കേട്ടത്. നോക്കിയപ്പോൾ എന്താണെന്നറിയോ, പുറത്തുള്ള മുളക് ചെടിയുമ്പോൾ പഴുത്ത മുളകുണ്ട്. അത് നന്നായിട്ട് കൊത്തി തിന്നാണ് കേട്ടോ ഒരു ബുൾബിൾ, അതായത് തൊപ്പിക്കിളി. പക്ഷേ ഞാൻ ഫോൺ കൊണ്ട് ചെന്നതോടുകൂടി ദേ പാറി പറന്നു പോന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കുളിയൊക്കെ കഴിഞ്ഞു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. ദാ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ഉണ്ടോ. എന്തൊരു ഭംഗിയാണ് ഈ കാഴ്ച കാണാൻ. പ്രകൃതിൻ്റെ സൗന്ദര്യം, പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയാം അല്ലേ. പൂമ്പാറ്റകൾ ഇങ്ങനെ തേൻ കുടിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഈ പൂക്കളെ ശ്രദ്ധിച്ചത് കേട്ടോ. പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അരിപ്പൂവ്, വെള്ള അരിപ്പൂവ്, റോസ് അരിപ്പൂവ്, പൂക്കളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്, ഓണക്കാലം ഇങ്ങ് എത്തിയില്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാ ചെടികളും പൂത്തിട്ടുണ്ട് കേട്ടോ. നിറയെ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട്. കറുപ്പ് പുള്ളി, മഞ്ഞ കളറ്, ബ്രൗൺ കളറ്, വെള്ള, നല്ല രസമുണ്ട്. പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് തേൻ കുടിക്കുന്ന കാണാൻ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുക പറയുമ്പോൾ നല്ല രസമല്ലേ. ഇപ്പോൾ പിന്നെ 2-3 ദിവസമായിട്ട് മഴ അല്ല കേട്ടോ, നല്ല വെയിലാണ്. രാവിലെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തോന്നുന്നത് ഈ വർഷം അത്തം വെളുത്തിട്ടും ഓണം കറുത്തിട്ടാവാനാണ് സാധ്യത. അത്തം അടുത്ത ആഴ്ചയല്ലേ അത്തം തുടങ്ങുന്നത്, പിന്നത്തെ ആഴ്ച ഓണം. അപ്പോൾ അത്തം വെളുത്ത് പോയാലും ഓണം കറുത്ത് പോകുന്നല്ലേ പറയുക. എനിക്ക് തോന്നുന്നത് ഓണക്കാലത്ത് മഴയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഏതായാലും അരിപ്പൂക്കളെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇപ്രാവശ്യം നിറയെ പൂക്കളുണ്ട് കേട്ടോ. എല്ലാം എൻ്റെ ചെടികളെ പൂക്കൾ തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം പൂക്കളിടാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിൽ 2 മരണം നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുൻപത്തെ കൊല്ലത്തിലൊന്നും പൂക്കളങ്ങൾ ഇട്ടിട്ടുമില്ല കേട്ടോ. കാരണം ഇവരൊന്നും പൂക്കളിടാറില്ല. അപ്പോൾ പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാനും ഇട്ടിട്ടില്ല. ഇതാ കണ്ടോ, ഓരോ പൂക്കളും, എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ശരിക്കും ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വസന്തകാലം തന്നെയാണല്ലോ അല്ലേ. ഇതാ ഇത് കണ്ടോ, വെള്ളരിപ്പൂവാണ് ഏറ്റവും കൂടുതലുണ്ടായത് കേട്ടോ. റോസ് ചെറിയ കമ്പേ ഉള്ളൂ, പക്ഷേ എന്നാലും പൂത്തിട്ടുണ്ട്. വെള്ളരിപ്പൂവും റോസരിപ്പൂവും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ. റോഡിൽ വെള്ളം എപ്പോഴും ഉണ്ട് കേട്ടോ. ചെറിയ കൈത്തോട് പോലെ ഇങ്ങനെ റോഡിൽ എപ്പോഴും വെള്ളമുണ്ട്. വൈകുന്നേരം ആയാൽ നിറയെ കിളികളുണ്ടാവും റോഡിൽ. എല്ലാവരും കുളിക്കുന്നുണ്ടാവും, വെള്ളം കുടിക്കുന്നുണ്ടാവും. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ചെടികളെയും പൂമ്പാറ്റകളെയൊക്കെ നോക്കി ഞാനിത് അടുക്കളയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നല്ല നിമിഷങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കൂലേ, അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ 2022 ആഗസ്റ്റ് 22 എൻ്റെ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അതാണല്ലോ. ഇന്നേക്ക് 3 വർഷമായി കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം. അപ്പോൾ ഭയങ്കര സന്തോഷം. അന്നത്തെ ആ ദിവസം ഇങ്ങനെ ഓർക്കും ഞാൻ. രാവിലെ വരുന്നതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ച് ആകെ അത് ഓർക്കുമ്പോൾ നല്ല രസമുണ്ട്. അന്ന് ഞാനിട്ട ഡ്രസ്സുകളും എല്ലാം ഇങ്ങനെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ. ഓഫീസിൽ നിന്ന് അവരെല്ലാവരും കൂടി ഉച്ചയ്ക്കാണ് വീട്ടിലേക്ക് വന്നത്. ഞാൻ രാവിലെ നല്ല അടിപൊളിയായി ഒരുങ്ങി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുങ്ങി. പിന്നെ ഇവിടുന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഒരു ആൾക്കാർ വന്നത്. ഒരു ബസ്സും പിന്നെ കാറുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിട്ട ഡ്രസ്സാണ് കേട്ടോ ഈ മെറൂൺ കളറ്. പിന്നെ ഇവിടുന്ന് അമ്മയൊക്കെ കൊണ്ടുവന്ന് പ്രസാദം വാങ്ങി തന്ന നിശ്ചയത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഇത് പെങ്ങൾ വളയിടുന്നത്, പിന്നെ എനിക്ക് മൊബൈൽ തന്നത്, പിന്നെ ഒരുപാട് സമ്മാനങ്ങൾ അങ്ങനെ ഒരുപാട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോ എടുത്തത്,
പിന്നെ ഓഫീസിൽ നിന്ന് സാറന്മാരൊക്കെ വന്നത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ദാ മീനുട്ടി, അമ്മു അവരെല്ലാവരും കൂടി. ഇപ്പോഴും ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ദാ സാറിനെ കാണുമ്പോഴാണ് സങ്കടം. സാറ് ഞങ്ങളെ വിട്ടു പോയിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. മെയ് മാസത്തിലായിരുന്നു സാറ് പോയത്. പിന്നെ ദാ ഈ ഫോട്ടോ നിശ്ചയം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണ് കേട്ടോ ഇത്. സൂപ്പറല്ലേ? അങ്ങനെ ഞങ്ങളുടെ കല്യാണ നിശ്ചയത്തിൻ്റെ 3ാം വാർഷികമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. 2022 ആഗസ്റ്റ് 22. അപ്പം എന്നേക്ക് 3 വർഷമായി. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ സന്തോഷത്തിലായിട്ട് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലൊന്നുമില്ല. സ്പെഷ്യൽ ഇതാ അയലക്കറി ഉണ്ട്. പിന്നെന്താ നല്ല വെള്ളരിക്ക കൊണ്ട് പച്ചടി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം എന്ന് പറയാൻ അതാണ് കേട്ടോ. അല്ലാതെ ആഘോഷങ്ങളോ സ്പെഷ്യലൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളരി പച്ചടി അമ്മ രാവിലെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ, പച്ചടി പിന്നെ ഇവിടെ വെച്ചാൽ 2-3 ദിവസം അത് തന്നെ മതി പ്രസാദേട്ടന്. സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഒരു കുഞ്ഞി കലം നിറയെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വറുത്തരച്ച സാമ്പാറും വെള്ളരിക്ക പച്ചടി ഉണ്ടെങ്കിൽ ഒരു ബിരിയാണിയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ കറി ഇതാ മുരിങ്ങക്കായും ചക്കക്കുരും വെച്ച കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ചോറ്, വെള്ളരിക്ക പച്ചടി, പിന്നെ അയിലമീൻ മുളകിട്ട കറി, പിന്നെ ചക്കക്കുരു മുരിങ്ങക്കായും നാളികേരം അരച്ച് വെച്ച കറി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട കറികളാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. താങ്ക് യു.